ഇന്ന് നല്ല ചെമ്മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ മാവമേന്ന് മാങ്ങയൊക്കെ പൊട്ടിച്ച് മീൻകറിയിലൊക്കെ ഇട്ട് അങ്ങനെ മീൻകറിയൊക്കെ വെച്ചു. പിന്നെ രാവിലത്തെ ഭക്ഷണവും അതുപോലെ തന്നെ മാങ്ങയിൽ നിന്ന് 2-3 എടുത്ത് ഞാൻ ഒരു കറുമുറ അച്ചാറൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസത്തെ കൊച്ചു വിശേഷങ്ങളാണ് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൈഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗ്രേസിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു. അപ്പോൾ ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം കഞ്ഞിയും ചെറുപയറുമാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഞാൻ വേവിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഇതായി കഴിയുമ്പോൾ വേവിച്ച ചെറുപയർ ഇടും. അതാണ് എൻ്റെ ചെറുപയർ ഉപ്പേരി. അപ്പോൾ ഇന്ന് ആണെങ്കിൽ വീട്ടിൽ പണിക്ക് ചേട്ടന്മാരുണ്ട്, 4 പേരുണ്ട് പണിക്ക്. അപ്പോൾ സനചേട്ടൻ പറഞ്ഞു അവർക്കുള്ള ഫുഡ് ഇന്ന് രാവിലത്തെയും ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പുറത്തുനിന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ തന്നെയാണ് കുക്ക് ചെയ്ത് കൊടുക്കാറ്. പിന്നെ വല്ലപ്പോഴും നമുക്ക് രാവിലത്തെ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ട. അപ്പം അമ്മയ്ക്ക് രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അപ്പം അമ്മയ്ക്കും ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ അമ്മയ്ക്ക് നേരെ ഫസ്റ്റ് അമ്മയ്ക്ക് കഞ്ഞി കൊണ്ട് കൊടുക്കാൻ പോവാണ്. അങ്ങനെ രാവിലത്തെ കഞ്ഞികുടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി വേഗം ക്ലീനിങ്ങും അടുക്കള ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ. അപ്പോൾ മമ്മി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീവ് എഴുന്നേറ്റ് മമ്മിയുടെ അടുത്ത് ഞാൻ സ്റ്റീവിനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മമ്മി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീഡത്തോടു കൂടി അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം, അല്ലെങ്കിൽ അവൻ്റെ സമയം അനുസരിച്ചിട്ട് ആണ് ഓരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മമ്മി വന്ന കാരണം ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തേക്കും വൈകുന്നേരത്തേക്കും കൂട്ടി കുറച്ചും കൂടി അരി ഇട്ടു വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മീൻ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ മീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അയലയും അതുപോലെ തന്നെ ചെമ്മീനാണ് പറഞ്ഞായിരുന്നത്. അയലേനെ ഞാൻ ഇപ്പോൾ വറക്കാനുള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ നന്നാക്കിയിട്ടാണ് കേട്ടോ 2 മീനും മേടിച്ചത്. അപ്പോൾ എന്നാലും അവർ ക്ലീൻ ചെയ്ത് തന്നാലും നമ്മളൊന്നും കൂടി ക്ലീൻ ആക്കണമല്ലോ. എൻ്റെ കണ്ണൊക്കെ ഉള്ളത് സണ്ണിചേട്ടനൊന്നും ഒട്ടും ഇഷ്ടമല്ല. വറക്കുമ്പോഴാണെങ്കിലും കണ്ണ് കാണുമ്പോൾ ഒരു ഇഷ്ടക്കുറവുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണേ. ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമല്ല. കണ്ണ് അങ്ങനെ തന്നെ വറക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ കളഞ്ഞ് ക്ലീനാക്കി റെഡിയാക്കി അവിടെ വെച്ചു. ഇത് ഞാൻ ചെമ്മീനും മാങ്ങയും ഇട്ടിട്ട് കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആ മാങ്ങ ഇങ്ങനെ എന്താ പറയുക പഴുക്കില്ല. പഴുക്കണേക്കാൾ മുമ്പ് ഇപ്പോഴത്തെ സ്റ്റേജ് ഓക്കെയാണ്. അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അതൊന്ന് വാടി വീഴും. പൂർണ്ണമായിട്ട് അങ്ങോട്ട് പഴുക്കണില്ല. അപ്പോൾ ഇപ്പോൾ പറിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അതെന്താണ് അതിൻ്റെ സംഭവം എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും മാങ്ങ ഒരു പ്രാവശ്യം ഞാൻ പൊട്ടിച്ചതാണ്, 2ാമത്തെ തവണയാണ് കേട്ടോ. അപ്പോൾ അച്ചാറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ അച്ചാറൊന്നും ഉണ്ടാക്കണില്ല, കുറച്ച് അച്ചാർ ഉണ്ടാക്കണുള്ളൂ. കാരണം സണ്ണചാറിന് ഇങ്ങനെ ഉടഞ്ഞ അച്ചാറിനോട് വലിയ ഇഷ്ടമില്ല, നല്ല കറുമുറൂന്ന് പറഞ്ഞെടുക്കണ അച്ചാറാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇത്ര 5 മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് 2 മാങ്ങ എടുത്തിട്ട് ഞാൻ കറിയിലേക്ക് ഇടാൻ പോവാണ്. ഭയങ്കര പുളിയൊന്നുമില്ല, നോർമൽ പുളിയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 മാങ്ങയുടെ ആവശ്യമുള്ളൂ നല്ല പുളി ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 മാങ്ങ എടുത്തു. അപ്പോൾ സവോളയും ഇഞ്ചിയും നല്ല നാടൻ മുളകും ഒക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നുറുക്കിയത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മാങ്ങേനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ മീൻ ഞാൻ അവർ ക്ലീൻ ചെയ്ത് തന്നതാണെങ്കിലും ഒന്നും കൂടി ക്ലീനാക്കി. വലിയ ചെമ്മീനായിരുന്നു. വലിയ ചെമ്മീൻ അത്യാവശ്യം നോർമൽ ഇച്ചിരി കുഞ്ഞിതല്ല, അതിനേക്കാൾ ഇച്ചിരി കൂടി വലുപ്പമുള്ളത്. അപ്പോൾ ഞാൻ അതിനൊന്നും കൂടി 2ആക്കി കട്ട് ചെയ്തു ക്ലീൻ ചെയ്തിട്ട്. കാരണം വെന്ത് കഴിയുമ്പോൾ അത് അത്യാവശ്യം വലിപ്പം പോലെ അങ്ങനെ തന്നെ കിടന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടി എടുത്ത് നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. മാങ്ങേനെ അവിടെ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിക്കുള്ള മെയിൻ സംഭവം ഇതാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലും കൂടി ഇട്ട് തിരുമാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടി പറിച്ചുകൊണ്ട് വന്നിട്ട് ലാസ്റ്റ് ഇനി കറി താളിച്ചിടുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പിലിട്ടൊന്നും തിരുമണില്ല.
അപ്പോൾ നമ്മുടെ മീനിലേക്കുള്ള എല്ലാ അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ദേ നമ്മുടെ എന്താ ചെമ്മീൻ ഇട്ടു. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് കേട്ടോ കറി വെക്കുന്നത്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയിട്ട മീൻ കറികൾ, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കണ മീൻ കറികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പിന്നെ നമ്മൾ അങ്ങനെ വെക്കൽ കുറവാണ്. എപ്പോഴും അമ്മയ്ക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ഇതിപ്പോൾ കൊടുത്താൽ തന്നെ ഇത് ചിലപ്പോൾ കുറേയൊന്നും കഴിക്കില്ല, അമ്മ ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യുള്ളൂ. ഈ ചെമ്മീനൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ചില മീനുകളോട് വലിയ ഇഷ്ടമില്ല, ചില മീനുകൾ വറ്റിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഞാനാണെങ്കിലും കൂടുതൽ വറ്റിക്കണം ഇവിടെ താല്പര്യം. അപ്പോൾ എന്തായാലും അമ്മയുടെ ഇഷ്ടപ്രകാരം ഉള്ളൊരു കറിയാണ് ഇട്ടത്. മാങ്ങയും ചെമ്മീനും കൂടി ഇട്ട് വെച്ചതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ മാങ്ങ നമ്മുടെ വീട്ടിലത്തെ മാങ്ങയും കൂടിയാന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക സന്തോഷം കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഈ മാങ്ങയും കൂടി ഇട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി തേങ്ങ ചിരവി 1-ാം പാലും 2-ാം പാലും അങ്ങനെ തിരിച്ച് ഇടണം. പിന്നെ എന്താ അമ്മയ്ക്ക് ഇങ്ങനെ പ്രായം വന്നതിന് ശേഷം ഇങ്ങനെ ഓരോ ദിവസം ഓരോ രുചികളാണ്. ഇപ്പം ഇത് കൊടുത്താൽ അടുത്ത പ്രാവശ്യം അത് ഇഷ്ടമാവില്ല, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അമ്മേനെ ഹാപ്പിയാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അതേ മീനെ ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. ഞാൻ വരയാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഞാനിപ്പോൾ മസാലയൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചായിരുന്നു. മസാലയൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ ആലോചിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച അയ്യടാ ഞാനിത് വരഞ്ഞില്ലല്ലോ എന്ന്. അപ്പം ഞാൻ വീണ്ടും കൈ കഴുകി വന്ന് വീണ്ടും അതിനതേ വരഞ്ഞ് ഒന്നും കൂടി ഒന്ന് മസാലേനെ അങ്ങനെ ആക്കി വെക്കാം കേട്ടോ. ആ സ്പോട്ടിൽ ക്ലീനാക്കിയ സ്പോട്ടിൽ ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ഓർത്താൽ തന്നെ. അപ്പോൾ അങ്ങനെ സ്റ്റീവിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ മീൻ വറുത്തതൊക്കെ അവൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് മസാലയോട് കൂടിയൊക്കെ തന്നെയാണ് കേട്ടോ കൊടുക്കണേ. അവന് സ്പെഷ്യലായിട്ട് ഇങ്ങനെ എരിവ് കുറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഞാൻ കുക്ക് ചെയ്യണില്ല. ഞങ്ങൾ എങ്ങനെയാണോ ഫുഡ് കഴിക്കണേ അതുപോലെ തന്നെ അവനും കൊടുക്കണത്. ഗ്രേസിനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കൊടുത്തായിരുന്നു, അതുപോലെ തന്നെ അവനും അങ്ങനെ തന്നെ കൊടുക്കണേ. അപ്പോൾ അവനിങ്ങനെ മസാലയുള്ള മീൻ ഒക്കെ കഴിക്കാൻ ഇച്ചിരി എരിവൊക്കെ കാണിക്കും. പിന്നെ ശീലമായിക്കോളൂല്ലോ. അവനിപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഭയങ്കരമായിട്ടല്ലെങ്കിലും ലൈറ്റായിട്ടുള്ള എരിവൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ തേങ്ങ ചിരവി തേങ്ങാപ്പാലെടുത്തു. ആദ്യത്തെ തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചു കട്ടിയുള്ളത്. ഇപ്പോൾ 2-ാമത്തെ തേങ്ങാപ്പാൽ ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ ഡയറക്റ്റ് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ട് ഒന്ന് ഇളക്കി. ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി വെക്കും. പിന്നെ അത് തിളച്ച് അവിടെ നിന്ന് റെഡിയായി സെറ്റായിക്കോളും. അപ്പോൾ അപ്പുറത്ത് പാത്രത്തിൽ മീൻ വറക്കാൻ വേണ്ടി പോകണ്ട. അതിൻ്റെ ഇടയിൽ സനചേട്ടൻ പോയി ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരുടെ ഫുഡ് കഴിക്കേണ്ട സമയമായി. ഞാൻ 1 മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്യാനൊക്കെ വെക്കണം. അതിൻ്റെ ഇടയിൽ സ്റ്റീവിൻ്റെ അടുത്തൊക്കെ പോകേണ്ട വന്നായിരുന്നു. അപ്പോൾ സനചേട്ടനുള്ള ഫുഡ് മേടിച്ചു. കാരണം അവരുടെ കൂടെ സനചേട്ടൻ പണിയനുണ്ട്. അപ്പോൾ സനചേട്ടൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മീൻ വറുത്തത് കാരണം കൊണ്ട് കൊടുത്തു വിട്ടാ. അപ്പോൾ പൊതിച്ചോറിലുള്ള ഭക്ഷണത്തെ കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കാനും ഒരു രസമാണല്ലോ. അപ്പോൾ സനചേട്ടൻ അവരുടെ കൂടെ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ സനചേട്ടൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വേഗം കറി തളിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യണം. വേഗം ഉള്ളിയൊക്കെ നന്നാക്കി കട്ട് ചെയ്തെടുത്തു. കറി അപ്പോൾ നല്ലോണം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ കറി ഉലുവയും വറ്റൽമുളകും ചുമന്നുള്ളിയൊക്കെ ഇട്ട് ഒന്ന് തളിച്ച് വെച്ചാൽ നമ്മുടെ മാങ്ങയിട്ട ചെമ്മീൻ കറി അങ്ങനെ റെഡി ആവും കേട്ടോ. അപ്പോൾ സ്റ്റീവ് അവിടെ ഗുഡ് ബോയ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയുടെ കൂടെ. ഇടയ്ക്കൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി വന്നായിരുന്നു. അല്ലാണ്ട് അവൻ വലിയൊരു ഇതൊന്നും ഉണ്ടാക്കിയില്ല. മമ്മയുടെ കൂടെ അകത്തിരുന്ന് നല്ല കളിയും ബഹളമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ 2 ദിവസമായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാത്തത്. എനിക്കത് എങ്ങനെയാണ് പറയണമെന്ന് അറിയില്ല. കുറേ പേര് വെയിറ്റ് ചെയ്യണമെന്നറിയാം. എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ, പക്ഷേ ചില സമയത്ത് സാഹചര്യം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ രാവിലത്തെ ചെറുപയർ ഉപ്പേരി കുറച്ചുണ്ടായിരുന്നതും മീൻ വറുത്തതും നമ്മുടെ മീൻ കറിയും കൂട്ടി ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ സ്റ്റീവിനെ ഉറക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പോൾ അവന് ഉറങ്ങാൻ ലക്ഷണമില്ല. അപ്പോൾ വേഗം അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മാങ്ങേനൊന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിന് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കണ അച്ചാർ. സണ്ണചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ. നമ്മളിങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കുറേ നേരം വെച്ച് അങ്ങനെയൊക്കെ ഉടയാണ്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണ അച്ചാർ. നിങ്ങൾക്ക് ഇങ്ങനത്തെ അച്ചാറുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കാറുണ്ടാവും എല്ലാവരും. ഫ്രഷ് ആയിട്ട് ഇപ്പോൾ കുറച്ചുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ എന്താ പറയുക, ഇവിടെ കൂടുതൽ ഇഷ്ടം പുതിയ അച്ചാറുകളൊക്കെ കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ പഴകിയതാണ് ശരിക്കും അച്ചാർ ടേസ്റ്റ് എന്ന് എല്ലാവരും പറയണമെങ്കിലും ഫ്രഷ് അച്ചാർ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ. അച്ചാർ അങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ പിന്നെ കഴിക്കലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇരുമ്പമ്പുളിയാണ് ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ ഉണ്ടാക്കി അച്ചാറിട്ട്. അതാണെങ്കിൽ നമ്മൾ അത്യാവശ്യം എല്ലാവർക്കും കുറേയൊക്കെ കൊടുത്തു. ഞാൻ ചെറിയൊരു കുപ്പി മാത്രമേ മാറ്റി വെച്ചുള്ളൂ. അതും ആണെങ്കിലും തന്നെ ചേട്ടൻ അതിപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ട് ഉപ്പ് തിരുമ്മി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്, ഒരു ദിവസമല്ല 2 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാർ ഉണ്ടാക്കി. അപ്പോൾ അതിന് ചെറിയൊരു ഒടച്ചിൽ പോലെയുണ്ട്, ഇങ്ങനെ കറുമുറു കടിക്കുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അത്ര വലിയ ഇഷ്ടമില്ല. കഴിക്കില്ല എന്നല്ല, എന്നാലും മാങ്ങ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും മാങ്ങേനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്യാണ്. പിന്നെ അച്ചാറിലേക്കുള്ള എല്ലാ പൊടികളും ഇതിൽ തന്നെയാണ് ഇടുന്നത്. ഇനി വെളുത്തുള്ളി നന്നാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മുളക് പൊടിയും കുറച്ച് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായം പൊടിയും പിന്നെന്താണ് ഇടുന്നത്, അത്രേ ഉള്ളൂ. അത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട്, ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടുമല്ലോ, ഇത്രയും ഐറ്റംസ് മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുകയാണ്. ഇനി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചാറിൻ്റെ പരിപാടികൾ ആരംഭിക്കാം. അപ്പോൾ അവിടെ ചേട്ടന്മാർ ഓരോരുത്തരായിട്ട് ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സണ്ണിചേട്ടൻ ഒരു റിയൽ ലൈഫിൽ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളോ. പിന്നെന്താ, ഞാൻ കറി വയ്ക്കാൻ വെളുത്തുള്ളിനൊക്കെ ക്ലീനാക്കി മമ്മി കുറച്ച് ഹെൽപ്പ് ചെയ്തായിരുന്നു. മമ്മിയാണ് എല്ലാ വെളുത്തുള്ളിയും ക്ലീനാക്കി തന്നത് എനിക്ക്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, പിന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തായിരുന്ന വെളുത്തുള്ളി ഇട്ടു. അത്യാവശ്യം കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തു, കാരണം അച്ചാറിൽ വെളുത്തുള്ളി ഇങ്ങനെ കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെളുത്തുള്ളി ഇച്ചിരി കൂടുതലിട്ടു. പിന്നെ അത് കറിവേപ്പില ഇടാണ്. പിന്നെ ഇതിലേക്ക് മസാലകളൊന്നും വേറെ ഒന്നും ചേർക്കണില്ല, ഓൾറെഡി എല്ലാം മാങ്ങയിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എളുപ്പപ്പടിയാണ്, പെട്ടെന്ന് ടപ്പയെന്ന് പറഞ്ഞ് നമ്മുടെ കാര്യം കഴിയും. അപ്പോൾ അങ്ങനെ കറിവേപ്പിലയും കൂടി ഒന്ന് ജസ്റ്റ് വാടിക്കഴിഞ്ഞാൽ അച്ചാറിനുള്ള നമ്മളെടുത്ത് വെച്ചാൽ മാങ്ങേനെയും കൂടി ഇടും. പിന്നെ ഞാനിതിൽ മിസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് പച്ചമുളകാണ്. മെയിനായിട്ടായിരുന്നു പച്ചമുളക്. നമ്മുടെ വീട്ടിൽ പുറത്ത് നമ്മുടെ മുളക് നല്ല പഴുത്തതൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിയുമ്പോൾ അവിടെ പോയി പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഞാനത് മറന്നുപോയി. പിന്നെ ഞാൻ ഇപ്പോഴൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ. കഴിക്കണ നേരത്തെ ഓർത്ത അയ്യോ ഞാൻ പച്ചമുളക് ഇട്ടില്ലല്ലോ എന്ന്. അതെന്തായാലും പച്ചമുളകില്ലാത്ത അച്ചാറാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ മമ്മി സ്റ്റീവനെ ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഉറക്കിയായിരുന്നു. അപ്പം മമ്മി പഴംപൊരി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി പഴംപൊരിക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മൈദപ്പൊടിയും പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ചൊറുക്ക കൂടി ഒഴിച്ചു, ഇങ്ങനെ ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മാങ്ങ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗ്രേസ് സ്കൂളിൽ നിന്ന് വരണ സമയമായി. അപ്പോൾ ഞാനാണെങ്കിലും പണിക്കാരെ കൊണ്ടാക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചായയൊക്കെ വെക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ മമ്മി പഴംപൊരിക്കുള്ള മാവ് ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എള്ളും കൂടി ഇടാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ എള്ള് മുമ്പത്തെ ഒരു ദിവസത്തെ പഴംപൊരി ഞാൻ ഉണ്ടാക്കിയപ്പോൾ എള്ള് ഞാൻ ഇട്ട് കാണിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു എള്ള് ഞങ്ങൾ ഇടാറില്ല, കുറേ പേര് പറഞ്ഞു എള്ള് ഇടാറുണ്ടെന്ന്. എന്നാലും എള്ള് രസമല്ലേ കാണാനും, അതുപോലെ തന്നെ എള്ള് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പഴംപൊരിയിൽ അങ്ങനെ എള്ള് ഇട്ട
കേട്ടപ്പോൾ എള്ളിൻ്റെ ഒരു ഫാനായി മാറി. ഇനി പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും എള്ള് വീണ്ടും ഇടും. അപ്പോൾ എന്തായാലും ഞാൻ പഴത്തിന് കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്തു. അണ്ട് ഞാൻ മാവിൽ മുക്കി ഇതേ പൊരിക്കുകയാണ്. അപ്പോൾ ഇനി ചേട്ടന്മാർക്ക് ചായ വെച്ച് ചായ കൊടുക്കണം. പിന്നെ ഇന്ന് ഞങ്ങളുടെ യൂണിറ്റിൽ ആരാധനയുണ്ട്. അപ്പോൾ സനചേട്ടൻ ഇച്ചിരി നേരത്തെ പണിക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാനായിരുന്നു ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ സ്റ്റീവിനെയൊക്കെ കൊണ്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇതായിരിക്കും. പിന്നെ സന്ധ്യ നേരത്തെ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സന്നചേട്ടൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കഴിയാറായി. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാണ്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി എനിക്കിങ്ങനെ എക്സ്ക്യൂസ് പറയാൻ ഇത്തിരി വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഒന്നും ഇടാത്ത, വീഡിയോ ഇല്ല എന്നൊക്കെ. ആക്ച്വലി ഈ വീഡിയോ തന്നെ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചായിരുന്ന വീഡിയോ, മിനിഞ്ഞാന്ന് എടുത്ത വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു. എല്ലാം റെഡിയാക്കി, പക്ഷേ എഡിറ്റിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റീവിൻ്റെ അടുത്തും അങ്ങനെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഡെയിലി ലൈഫാണല്ലോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് വീഡിയോസ് പോകാത്തത്. എനിക്ക് വിഷമമുണ്ട്. എനിക്കിഷ്ടമുള്ള കാര്യമാണ് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസൊക്കെ കുറച്ച് ലേറ്റ് ആവണത്. ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.